ഹലോ സ്റ്റുഡൻസ്, എല്ലാവർക്കും നമസ്കാരം. പ്ലസ് ടു സോഷ്യോളജി സ്റ്റുഡൻസ് കോർണറിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മളിന്ന് ഡിസ്കസ് ചെയ്യുന്നത് ചാപ്റ്റർ 3 സോഷ്യൽ കണ്ടിന്യൂറ്റി ആൻഡ് ചേഞ്ച് എന്നാണ്. അതിൽ ട്രൈബൽ കമ്മ്യൂണിറ്റീസിനെ കുറിച്ചിട്ടാണ് പറയുന്നത്. ട്രൈബൽ കമ്മ്യൂണിറ്റീസിന് മുന്നേ കുറച്ച് ഭാഗങ്ങളുണ്ടായിരുന്നു, കാസ്റ്റ് ആൻഡ് കാസ്റ്റ് സിസ്റ്റം ഒക്കെ. അതൊക്കെ കഴിഞ്ഞ യൂട്യൂബ് ചാനലിൽ പറഞ്ഞിട്ടുണ്ട്. അത് ഡീറ്റെയിൽ ആയിട്ട് മനസ്സിലാക്കൂ. അപ്പോൾ എല്ലാവർക്കും ഇന്നത്തെ ക്ലാസ്സിലേക്ക് സ്വാഗതം. ഓക്കെ സ്റ്റുഡൻസ്, നമുക്ക് നോക്കാം. ട്രൈബൽ കമ്മ്യൂണിറ്റീസ്. The total population of tribes in India is 8.2%. ട്രൈബൽ കമ്മ്യൂണിറ്റീസിന് ഇന്ത്യയിലെ പോപ്പുലേഷനിൽ എത്ര പെർസെൻറ്റേജ് ഉണ്ടെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ 8.2% ഉണ്ടെന്ന് തന്നെ പറയാം. They are also called ജൻജാതീസ്, ആദിവാസീസ്, വൻജാതീസ് ആൻഡ് ഹരിജൻസ് അല്ലേ. അവർ ഏതൊക്കെ പേരിലാണ് അറിയപ്പെട്ടിരുന്നത്? ജനജാതീസ് ആദിവാസികൾ അല്ലേ, വനത്തിൽ ജീവിക്കുന്നവർ, ഹരിജൻ അല്ലേ, അല്ലെങ്കിൽ തൊട്ടുകൂടാൻ കഴിയാത്തവർ, തൊട്ടുകൂടാൻ പാടില്ലാത്തവർ, അങ്ങനെയൊക്കെയാണ് അവരെ കണക്കാക്കിയിട്ടുണ്ടായിരുന്നത്. Have hierarchy but have an egalitarian society, share same name, language, area, occupation, culture, etc. Gonds, Sandals, Gujarats അല്ലേ. അതായത് ഗുജറാത്ത്, രാജസ്ഥാൻ, പടിഞ്ഞാറൻ ബംഗാൾ, ഒഡീഷ, മധ്യപ്രദേശ്, ജാർഖണ്ഡ്, ഛത്തീസ്ഗഡ് തുടങ്ങിയിട്ടുള്ള സംസ്ഥാനങ്ങളിലൊക്കെ ഗോത്രവർഗ്ഗക്കാരെ നമുക്ക് കാണാൻ കഴിയും. അതായത് അവരുടെ പേരിൻ്റെ അടിസ്ഥാനത്തിൽ, ലാംഗ്വേജിൻ്റെ അടിസ്ഥാനത്തിൽ, അവർ താമസിക്കുന്ന സ്ഥലത്തിൻ്റെ അടിസ്ഥാനത്തിൽ, അതുപോലെ തന്നെ അവർ ചെയ്യുന്ന ജോലി അല്ലെ, ഏരിയ, ഓക്യുപ്പേഷൻ, എക്സെട്ര, കൾച്ചർ അല്ലെ, അവരുടെ സംസ്കാരത്തിൻ്റെ അടിസ്ഥാനത്തിലൊക്കെ നമുക്ക് അവരെ കാണാൻ കഴിയും. അവർ ഹിന്ദുക്കളോ കർഷകരോ ഒന്നുമല്ല, മതാചാരങ്ങൾ ശീലിച്ചവരല്ല, അവർക്ക് രാഷ്ട്രീയത്തിലൊന്നും പങ്കില്ല, അതേപോലെ വർഗവിഭജനമോ ജാതിയോ അവർക്കിടയിൽ ഉണ്ടായിരുന്നില്ല. ഗോത്രങ്ങളെ രണ്ടായിട്ട് തരംതിരിക്കാം. അതായത് മതം, ഭാഷ, ഭൗതിക സവിശേഷതകൾ, പരിസ്ഥിതിപരമായിട്ടുള്ള ആവാസ വ്യവസ്ഥ എന്നിവയുടെ ചിഹ്നങ്ങളുള്ള ഗോത്രങ്ങൾ എന്നും, ജീവിതമാർഗം സമ്പാദിക്കുക, ഹിന്ദു സമൂഹത്തിൽ അംഗത്വം ഉണ്ടായിരിക്കുക എന്നീ ചിഹ്നങ്ങൾ കരസ്ഥമാക്കിയിട്ടുള്ള ഗോത്രങ്ങൾ, ഇങ്ങനെയും ഗോത്രവർഗ്ഗക്കാരെ നമുക്ക് കണക്കാക്കാവുന്നതാണ്. അതേപോലെ മറ്റുള്ളവരിൽ നിന്ന് ഒറ്റപ്പെട്ട് ജീവിക്കുന്ന വിഭാഗമാണ് ഗോത്രവർഗ്ഗക്കാർ എന്ന് പറയുന്നത് അല്ലേ. സാധാരണയായിട്ട് ഐസൊലേറ്റഡ് കമ്മ്യൂണിറ്റി ആർ ട്രൈങ് ടു ഗെറ്റ് ദം ഇൻ ടു മെയിൻ സ്ട്രീം. അവർ ഒരിക്കലും ഒറ്റപ്പെട്ട് ജീവിക്കുന്ന ഒരു വിഭാഗമാണ്. അവർ ഒരിക്കലും മറ്റുള്ളവരുടെ മുന്നിലേക്ക് അല്ലെങ്കിൽ മറ്റുള്ളവർ താമസിക്കുന്ന ആ ഒരു മേഖലയിലേക്ക് വരാൻ അവർ ഇഷ്ടപ്പെടുന്നില്ല എന്നുള്ളതാണ് അല്ലേ. അവർ താമസിക്കുന്ന സ്ഥലങ്ങൾ എന്ന് പറയുന്നത് കുന്ന്, കാട്, അതുപോലെ ഗ്രാമീണ സമതലങ്ങൾ എന്നിവയാണ് ഗോത്രവർഗ്ഗക്കാരുടെ ആവാസ സ്ഥലങ്ങൾ എന്ന് പറയുന്നത്. Classification of tribal societies. In terms of positive characteristics, tribes have been classified according to their permanent and acquired traits. അതായത് ഗോത്രവർഗ്ഗങ്ങളെ അവരുടെ പോസിറ്റീവ് ക്യാരക്ടറിസ്റ്റിക്സിൻ്റെ അടിസ്ഥാനത്തിൽ ട്രൈബ്സ് ഹാവ് ബീൻ ക്ലാസിഫൈഡ് അക്കോർഡിംഗ് ടു ദെയർ പെർമനൻറ്റ് ആൻഡ് അക്വേർഡ് ട്രേറ്റ്സ് അല്ലേ. അവരെ എങ്ങനെയാണ് തരംതിരിച്ചിരിക്കുന്നത്? പെർമനൻറ്റ് ആൻഡ് അക്വേർഡ് ട്രേറ്റ്സ്. പെർമനൻറ്റ് ട്രേറ്റ്സ് മീൻസ് സ്ഥിരമായ ചിഹ്നങ്ങൾ എന്നും, അക്വേർഡ് ട്രേറ്റ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആർജിത സവിശേഷതകൾ. അതിൻ്റെ അടിസ്ഥാനത്തിൽ ഗോത്രവർഗ്ഗങ്ങളെ രണ്ടായിട്ട് തരംതിരിച്ചിരിക്കുന്നു. Permanent traits means include region, language, physical characteristics and ecological habitat അല്ലേ. അതായത് പെർമനൻറ്റ് ട്രേറ്റ്സിൽ റീജിയൻ ഉൾപ്പെടുന്നുണ്ട്, ലാംഗ്വേജ്, അതേപോലെ തന്നെ ഫിസിക്കൽ ക്യാരക്ടറിസ്റ്റിക്സ് ഒക്കെയാണ്. അതേപോലെ അവരുടെ എക്കോളജിക്കൽ ഹാബിറ്റാറ്റിൻ്റെ അടിസ്ഥാനത്തിലാണ് ഈ പെർമനൻറ്റ് ട്രേറ്റ്സിൽ ഗോത്രവർഗ്ഗക്കാരെ ഡിവൈഡ് ചെയ്തിരിക്കുന്നത്. Okay, in terms of population, the tribal population of India is widely dispersed, but there are also concentrations in certain regions അല്ലേ. അതായത് ജനസംഖ്യയെ അടിസ്ഥാനപ്പെടുത്തിയിട്ട് ഇന്ത്യയിൽ ഈ ഗോത്രവർഗ്ഗക്കാരെ വളരെ അധികം നമുക്ക് കാണാൻ കഴിയും. പക്ഷേ അവർ ചില പ്രത്യേക പ്രദേശത്ത് താമസിക്കുന്നവരാണ്. അതായത് 85% ഇൻ മിഡിൽ ഇന്ത്യ, ഫ്രം ഗുജറാത്ത് ആൻഡ് രാജസ്ഥാൻ ഇൻ ദ വെസ്റ്റ് ടു വെസ്റ്റ് ബംഗാൾ ആൻഡ് ഒറീസ ഇൻ ദ ഈസ്റ്റ്, വിത്ത് മധ്യപ്രദേശ്, ജാർഖണ്ഡ്, ഛത്തീസ്ഗഡ് ആൻഡ് പാർട്സ് ഓഫ് മഹാരാഷ്ട്ര ആൻഡ് ആന്ധ്രാപ്രദേശ് ഫോമിംഗ് ദ ഹെർട്ട് ഓഫ് ദിസ് റീജിയൻ അല്ലേ. അതായത് അതിലെ കുറച്ച് ഭാഗങ്ങളിൽ അല്ലേ, ഇന്ത്യയുടെ കുറച്ച് ഭാഗങ്ങളായിട്ടുള്ള ഗുജറാത്ത്, രാജസ്ഥാൻ, പടിഞ്ഞാറൻ ബംഗാൾ, ഒഡീഷ, മധ്യപ്രദേശ്, ജാർഖണ്ഡ്, ഛത്തീസ്ഗഡ്, മഹാരാഷ്ട്ര, ആന്ധ്രാപ്രദേശ് എന്നിവയടങ്ങുന്ന മധ്യേന്ത്യയിലാണ് പ്രധാനമായിട്ടും 85% ട്രൈബ്സും ജീവിക്കുന്നത്.
ദെൻ ഓവർ 11% ഓഫ് ഇൻ ദ നോർത്ത് ഈസ്റ്റേൺ സ്റ്റേറ്റ്സ് അല്ലേ, വടക്ക് കിഴക്കൻ പ്രദേശങ്ങളിൽ 11%, ബാക്കി ഭാഗങ്ങളിൽ 3% കേന്ദ്രീകരിച്ചിരിക്കുന്നു എന്നുള്ളതാണ്. അതായത് ബാക്കിയുള്ള ഗോത്രത്തിൻ്റെ ഭാഗങ്ങൾ എവിടെയാണ്? ബാക്കി ഭാഗങ്ങളിൽ, വടക്ക് കിഴക്കൻ പ്രദേശത്തിൻ്റെ ബാക്കിയുള്ള ഭാഗങ്ങളിൽ കൂടുതലായിട്ട് നമുക്ക് കാണാൻ കഴിയും. വടക്ക് കിഴക്കൻ സംസ്ഥാനങ്ങളിലാണ് ഗോത്രവർഗ്ഗക്കാർ ഏറ്റവും കൂടുതലായിട്ട് താമസിക്കുന്നത്. അരുണാചൽ പ്രദേശ്, മിസോറാം, നാഗാലാൻഡ് എന്നീ സംസ്ഥാനങ്ങളിൽ ജനസംഖ്യയുടെ 60% മുതൽ 95% വരെ ഗോത്രങ്ങളാണ്. In terms of language, tribes can be categorized into 4 categories. That is, 2 of them Indo-Aryan and Dravidian are shared by the rest of its Indian population as well, and the tribes account for only about 1% of former and about 3% of the later. അതായത് ട്രൈബ്സിനെ ലാംഗ്വേജസിൻ്റെ അടിസ്ഥാനത്തിൽ ഇൻഡോ ആര്യൻ, ദ്രവീഡിയൻ എന്നിങ്ങനെ തരംതിരിച്ചിട്ടുണ്ട്. അതിൽ 1% ആണ് ഇൻഡോ ആര്യൻ ഭാഷ സംസാരിക്കുന്നവർ, 3% ആണ് പ്രധാനമായിട്ടും ദ്രവീഡിയൻ ഭാഷ സംസാരിക്കുന്നവരായിട്ടുള്ളത്. The other 2 language groups, the Austric and Tibeto-Burman, are primarily spoken by tribals. എന്താണ് സംസാരിക്കുന്നത്? ട്രൈബൽസ് ആ ഭാഷ അല്ലെങ്കിൽ ആദിവാസികളുടെ ആ ഭാഷയാണ് ഉപയോഗിക്കുന്നത്. ഹു അക്കൗണ്ട് ഫോർ ഓൾ ഓഫ് ദ ഫസ്റ്റ് ആൻഡ് ഓവർ 80% ഓഫ് ദ സെക്കൻഡ് ഗ്രൂപ്പ്സ്. അവർ എത്ര പെർസെൻറ്റേജോളമുണ്ട്? 80%ഓളം നമുക്ക് കാണാൻ സാധിക്കും. ദെൻ ഇൻ ദ ടേംസ് ഓഫ് ഫിസിക്കൽ റേഷ്യൽ ടേംസ്, tribes can be classified under Negrito, Australoid, Mongoloid, Dravidian and Aryan categories. ട്രൈബ്സിനെ ക്ലാസിഫൈ ചെയ്തിരിക്കുന്നത് നെഗ്രിറ്റോ, ആസ്ട്രലോയിഡ്സ്, മംഗളോയിഡ്സ് എന്നുള്ള വിഭാഗങ്ങളായിട്ടാണ്. അതേപോലെ ദ ലാസ്റ്റ് 2 ആർ ഷെയർഡ് വിത്ത് ദ റെസ്റ്റ് ഓഫ് ദ പോപ്പുലേഷൻ ഓഫ് ഇന്ത്യ. ലാസ്റ്റ് 2 എന്ന് പറയുമ്പോൾ ദ്രവീഡിയനും അതേപോലെ ആര്യൻ കാറ്റഗറീസ് പെടുന്നവരൊക്കെ ഇന്ത്യൻ പോപ്പുലേഷനിലേക്ക് ഉണ്ട്. അതായത് അവർ കൂടുതലായിട്ട് കാണാൻ കഴിയും എന്നുള്ളതാണ്. ജനസംഖ്യയുള്ള ഏറ്റവും വലിയ ജനസമൂഹങ്ങളാണ് എന്ന് തന്നെ പറയാം. In terms of size, vary a great deal, ranging from about 7 million to some Andamanese Islanders who may number less than 100 persons. അല്ലേ, അതായത് ഗോത്രവർഗ്ഗങ്ങളിൽ 100 പേരിൽ താഴെയുള്ള ഏറ്റവും കുറഞ്ഞ ജനസംഖ്യയുള്ളവർ എന്ന് പറയുന്നത് ആൻഡമാൻ ദ്വീപ് നിവാസികളാണ്. അതായത് ദ ബിഗ്ഗസ്റ്റ് ട്രൈബ്സ് ആർ ദ ഗോൺസ്, ബില്ലാസ്, സന്താൾസ്, അതേപോലെ തന്നെ ഓറമോൻകാർ, മീണകൾ, ബോഡോകൾ, മുണ്ടകൾ എന്നിവർ 1 ദശലക്ഷത്തിലേറെ ജനസംഖ്യയുള്ള ഏറ്റവും വലിയ ജനസമൂഹങ്ങളാണ്. അവരാണ് ബിഗ്ഗസ്റ്റ് ട്രൈബ്സ് എന്ന് പറയുന്നത്. Then the total population of tribes amounts to about 8.2% of the population of India, or about 84 million persons according to the 2001 census. 2001 സെൻസസ് പ്രകാരം ഏകദേശം 84 ദശലക്ഷം അംഗങ്ങളുള്ള വിവിധ ഗോത്രവർഗ്ഗക്കാർ ഇന്ത്യയുടെ ജനസംഖ്യയുടെ 8.2% വരും എന്നാണ് പറയപ്പെടുന്നത്. അപ്പോൾ സൈസിൻ്റെ അടിസ്ഥാനത്തിൽ ഗോത്രവർഗ്ഗക്കാരെ 4ആയിട്ട് തരംതിരിക്കാം. അതിൽ ആസ്ട്രലോയിഡ്സ്, മംഗളോയിഡ്സ്, ദ്രവീഡിയൻസ്, ആര്യൻ എന്നിങ്ങനെ പറഞ്ഞു. അതിൽ ഏറ്റവും കൂടുതൽ നിവാസികൾ എന്ന് പറയുന്നത് ആൻഡമാൻ ദ്വീപ് നിവാസികളാണ്. അതിൽ പ്രധാനപ്പെട്ട വിഭാഗങ്ങൾ പറഞ്ഞിട്ടുണ്ട്. ഓറമോൻകാർ, മീണകൾ, ബോഡോകൾ അങ്ങനെ പറയുന്ന ജനവിഭാഗങ്ങൾ അല്ലെങ്കിൽ ഗോത്രവർഗ്ഗങ്ങളിലെ ജനവിഭാഗങ്ങൾ ജനസംഖ്യയുടെ ഏറ്റവും വലിയ സമൂഹങ്ങളാണ് എന്ന് തന്നെ പറയാം.